ഹായ്. അപ്പോൾ വീണ്ടും ചൊവ്വരി ആയിട്ടാണ് കേട്ടോ. അപ്പോൾ ഈ ചൊവ്വരി തലേദിവസം വെള്ളത്തിലിട്ട് വെക്കുക. എന്നിട്ട് മിക്സിയുടെ ജാറിൽ അത്യാവശ്യം വെള്ളം ഒഴിച്ചിട്ട് അടിച്ചെടുക്കുക. എന്നിട്ടൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ചിട്ട് കുറുക്കിയെടുക്കുക കേട്ടോ. കുറുക്കിയെടുത്തതിന് ശേഷം നന്നായിട്ട് ചൂടാറണം കേട്ടോ. ചൂടാറിയതിന് ശേഷം പൈപ്പിംഗ് ബാഗൊക്കെ ഉണ്ടെങ്കിൽ അതിൽ നിറച്ച് വെക്കുക. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഐഡിയക്ക് വേറെ എന്തെങ്കിലും ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ അങ്ങനെ പൈപ്പിംഗ് ബാഗിൽ ഇത് ആക്കിയിട്ട് നമുക്ക് ഇഷ്ടമുള്ളൊരു ഡിസൈൻ ചെയ്ത് കൊടുക്കാം. അപ്പം ഞാനിങ്ങനെ നീളനെയും പിന്നെ വട്ടത്തിലൊക്കെ ഞാൻ ചെയ്തു കൊടുത്തു. പക്ഷേ എനിക്ക് നല്ലൊരു മിസ്റ്റേക്ക് പറ്റിയതെന്ന് വെച്ചാൽ ഭയങ്കര തിന്നായി പോയി എന്നുള്ളതാണ്. തിന്നാകുമ്പോൾ നമുക്കത് കിട്ടിയില്ല, ആ ഡിസൈനിൽ കിട്ടിയില്ല. ഞാൻ പല ഡിസൈനൊക്കെ ചെയ്തിട്ടാണ്. ഇതിങ്ങനെ ഈ ഒരു പാത്രത്തിൽ ഒതുങ്ങിയില്ല, വേറൊരു വലിയ പാത്രത്തിൽ ഞാനിങ്ങനെ ഡിസൈൻ വർക്കൊക്കെ ചെയ്ത് നോക്കിയിട്ടാണ്. പക്ഷെ അത് ഇതൊരു 3 ദിവസമെങ്കിലും നന്നായിട്ട് ഉണക്കിയെടുക്കണം. അതാണ് ഇച്ചിരി മെനക്കെട് എന്നൊക്കെ പറയില്ല നമ്മൾ അങ്ങനെ. പക്ഷെ കുഴപ്പമില്ല, എന്നൊക്കെ അത് ഉണ്ടാക്കി വരുമ്പോൾ നമുക്കൊരു സന്തോഷം ഉണ്ടാവും. അപ്പോൾ ഉണങ്ങി വന്നപ്പോൾ ഇങ്ങനെയാണ് ഡിസൈനൊക്കെ പോയി, പക്ഷെ ഇങ്ങനെ കാണാൻ നല്ല രസമുണ്ടായി കേട്ടോ. അപ്പോൾ ഇത് നമുക്കൊരു ചീഞ്ചട്ടി വെച്ചിട്ട് അത്യാവശ്യത്തിന് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് ഇത് വറുത്ത് കോരി എടുക്കുക കേട്ടോ. സംഭവം ഇത് ഹോം മെയ്ഡ് കുർക്കുറയാണ് കേട്ടോ. ഇതും ഞാനൊരു വീഡിയോയിൽ കണ്ടിട്ട് ട്രൈ ചെയ്ത് നോക്കിയത് തന്നെയാണ്. അപ്പോൾ ഞാൻ ട്രൈ ചെയ്തപ്പോൾ നിങ്ങൾക്കും കൂടി കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇത് നമ്മുടെ ഉണ്ണികൾക്കൊക്കെ കൊടുക്കുക കേട്ടോ. നല്ല ടേസ്റ്റാണ്, നല്ല ക്രിസ്പി ആയിരുന്നു. പിന്നെ ആവശ്യത്തിന് നമുക്ക് ഉപ്പും മുളകൊക്കെ ഇട്ടിട്ട് നമുക്ക് കഴിക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കൂ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും മറക്കരുത്. ഓക്കെ, ബൈ. അപ്പോൾ ഞാൻ പോയി കഴിക്കട്ടെ കേട്ടോ.